ജനഹൃദയങ്ങളെ കീഴടക്കിയാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ നയിച്ച LDF വടക്കൻ മേഖലാ ജാഥ സമാപിച്ചത്. ജനകീയ സർക്കാരിന്റെ തുടർഭരണത്തിനുള്ള പിന്തുണയുമായാണ് ഓരോ കേന്ദ്രങ്ങളിലേക്കും പതിനായിരങ്ങൾ ജാഥയെ വരവേൽക്കാൻ ഒഴുകിയെത്തിയത്. 16 ദിനങ്ങൾ, 60 മണ്ഡലങ്ങൾ. വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ അക്ഷരാർത്ഥത്തിൽ ജനഹൃദയങ്ങൾ കീഴടക്കി. ഫെബ്രുവരി 1 മഞ്ചേശ്വരത്തെ കുമ്പളിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ജാഥ ആവേശത്തിര ഇളക്കിയാണ് പാലക്കാട്ടെ തരൂരിൽ സമാപിച്ചത്. ഓരോ കേന്ദ്രങ്ങളിലും പതിനായിരങ്ങളാണ് ജാഥയെ വരവേൽക്കാനെത്തിയത്. പൊള്ളുന്ന വേനൽ ചൂടിനെ പോലും കൂസാതെ സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട വൻ ജനാവലി ഒഴുകിയെത്തി. UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ജാഥയ്ക്ക് പിന്തുണയുമായി വൻ ജനസഞ്ചയമെത്തി. LDF സർക്കാർ കഴിഞ്ഞ 10 വർഷമായി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ജാഥയിലൂടെ ക്യാപ്റ്റൻ M.V. ഗോവിന്ദൻ മാസ്റ്ററും ജാഥാംഗങ്ങളും വിശദീകരിച്ചു. ജനകീയ സർക്കാർ തുടരേണ്ടതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയായിരുന്നു ജനങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുന്നതിനായുള്ള ജനകീയ മുന്നേറ്റമായി ജാഥ മാറി. ആവാലവൃദ്ധം ജനത ഈ ജാഥക്ക് അനുകൂലമായി ഏത് പരിസ്ഥിതിയിലും വലിയ രീതിയിലുള്ള വെയിൽ ഉച്ചക്കായാലും രാവിലെ ആയാലും വൈകുന്നേരമായാലും എല്ലാം വളരെയേറെ ആവേശത്തോടുകൂടി ജാഥയെ വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിലുടനീളം. ഞങ്ങളുടെ ജാഥക്ക് മാത്രമല്ല, മറ്റ് 2 ജാഥയുടെയും സ്ഥിതി അത് തന്നെയായിരുന്നു. വലിയ ആവേശത്തിലാണ് ജനങ്ങൾ ഉള്ളത്. ഒരു 3ാം ടേം ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്നുള്ള ഒരു കൃത്യതയോടുകൂടിയുള്ള ജനങ്ങളുടെ തീരുമാനമാണ് ഈ ജാഥയിൽ കൃത്യമായി ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ജാഥയുടെ ഭാഗമായി ഓരോ മണ്ഡലത്തിലെയും വിവിധ മേഖലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുമായുള്ള ജാഥ ടീമിന്റെ മുഖാമുഖം ശ്രദ്ധേയമായി. ഈ പ്രഭാത യോഗങ്ങളിൽ നവകേരള നിർമ്മിതിക്കായുള്ള നവീന ആശയങ്ങളാണ് ഉയർന്നു വന്നത്. വടക്കൻ മേഖലാ ജാഥക്കൊപ്പം ബിനോയ് വിശ്വം നയിച്ച തെക്കൻ മേഖലാ ജാഥയും ജോസ് കെ മാണി നയിച്ച മധ്യകേരള ജാഥയും LDFന്റെ സംഘടനാ കരുത്ത് വിളിച്ചോതിക്കൊണ്ടാണ് പര്യടനം നടത്തിയത്. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം PV കുട്ടൻ.